നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. सभी लोगों को और एक बार प्रभु यीशु मसीह के नाम से प्रेम भरा होता है। ഇന്ന് പകൽക്കാലം നമുക്ക് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ आज हमको सिर्फ परमेश्वर के चरणों में रहने के समय നമ്മെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാനുള്ള ഒരുക്കത്തോടുകൂടി ആയിരിക്കാം. परमेश्वर का वचन को ध्यान देने के इसमें रहे। കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുവോ मसीह हमसे बात करने के लिए कितने अगर इच्छा करते हैं അവരോടെല്ലാം കർത്താവ് ഇന്ന് പകൽക്കാലം उन സംസാരിക്കും. सबसे आज बात करेंगे, കാരണം ആഗ്രഹിക്കുന്ന ഉള്ളത്തെ നിറയ്ക്കുന്ന കർത്താവ്. क्योंकि जो इच्छा करता है वो हृदय को भरने वाला पिता है। ആമേൻ. നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകി തരാമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. हम जब परमेश्वर से पूछते हैं परमेश्वर हमें देते करके है वायदा, കാരണം യേശു പറഞ്ഞ് ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നുവെന്ന്. क्योंकि यीशु मसीह कहते हैं हर एक जन जो पूछता है उसको मिलता है അപ്പൊ ചോദിക്കാതിരിക്കുന്നവർക്ക് അത് ലഭിക്കത്തുമില്ല. और जो नहीं पूछता है उनको नहीं मिलता। അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിച്ചു മേടിക്കുക. इसलिए परमेश्वर से पूछ कर लेना है। എങ്ങനെ ചോദിച്ചു മേടിക്കേണ്ടത്? कैसे हम मांग के लेना है? നമുക്കുള്ള ആമേൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. हमें उसका अधिकार है और हम कर सकते हैं। ആമേൻ. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുക. इसके लिए हम परमेश्वर से पूछना है। ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാപിക്കാൻ തക്കവണ്ണ ദിവസങ്ങളിലായിരിക്കാം. आज भी हम प्राप्त करने के जैसे बैठेंगे। ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ആ വേദഭാഗത്തോടനുബന്ധിച്ച് തന്നെ ഒരു കാര്യം കൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. पिछले दिनों में जो हमने वचन देखा था उसी के अनुभव हम करने वाले हैं। പ്രൈസ് ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു അതെല്ലാവർക്കും അറിയാം. मैं आशा रखती हूँ कि सबको पता है। പ്രൈസ് ലോർഡ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. हम जो सोच के एक मुख्य बात है, അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. प्रेरितों की किताब से हम देख रहे हैं। അതിന്റെ 9-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി എടുത്ത വേദഭാഗം. उसका 9 का 31 जो है हमने वो वचन लिया था। പ്രൈസ് ലോർഡ്. അവിടെ നമ്മൾ വായിക്കുന്നത് സഭയുടെ വളർച്ച, वहाँ पे हम कलीसिया का बढ़ाव को देखते हैं। സഭയിൽ ഉണ്ടായ ചില കാര്യങ്ങൾ. कलीसिया में हुआ कुछ बातें, അപ്പോ ആ സഭയിൽ ചില കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ कलीसिया में कुछ बातें होना है तो അപ്പൊ സഭയിൽ ചില ആൾക്കാരുണ്ടായിരിക്കണം. कलीसिया में कुछ लोग होना चाहिए। സഭയിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ कलीसिया में कुछ एक काम होना है ആ സഭയിൽ ചില വ്യക്തികളുടെ ആവശ്യമുണ്ട്. कलीसिया में कुछ लोगों का आवश्यक है, കാരണം ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴും വ്യക്തികളിൽ കൂടെയാണ്. क्योंकि परमेश्वर हमेशा लोगों के द्वारा काम करता है। ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ മക്കളിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന്. परमेश्वर इच्छा करते हैं कि अपने बच्चों के द्वारा उनका काम का प्रकट हो। ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന് സമർപ്പിക്കുന്നവരിൽ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. परमेश्वर के लिए खड़े रहने वाला परमेश्वर के अपने आप को समर्पण करने वाले के द्वारा होता है। നമ്മൾ അലക്ഷ്യരായിരുന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. अलसी होकर रहेंगे तो परमेश्वर काम नहीं कर सकते, എന്നാൽ ഉത്സാഹമുള്ള ഹൃദയങ്ങളെ കാണുന്ന ദൈവം, लेकिन उत्साह वाले हृदय को देखने वाला परमेश्वर, അവരിൽ കൂടെ പ്രവർത്തിക്കുന്ന ദൈവം उनके द्वारा काम करने वाला परमेश्वर, അങ്ങനെ സഭയിലും പ്രവർത്തിച്ചു. वैसा कलीसिया में भी काम किया। അവിടെ സഭയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ और वैसे वहाँ पे कलीसिया में परमेश्वर का काम पूरा होना നമ്മൾ വായിക്കുന്നു, യഹൂദിയ, ഗലീലിയ, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. हम पढ़ते हैं कि वहाँ पर यहूदिया, गलीलिया, समरिया, वो हर एक जगह में जो है शांति हुआ। ആമേൻ. സഭയ്ക്ക് സമാധാനം ഉണ്ടാകും. कलीसिया को शांति मिली। ഇന്നും സഭയ്ക്ക് സമാധാനമില്ലാതെ ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. आज भी कलीसिया को शांति नहीं है, ऐसे अवस्था में जा रहा है। ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി ഈ വചനം. तो आज के समय में एकदम ध्यान से हमें समझने वाला वचन है। ആ സഭയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ तो कलीसिया में शांति होना है, ഇതുപോലുള്ള ചില വ്യക്തികൾ അവിടെ ആയിരിക്കണം. वैसे वाले लोग होने चाहिए। അത് നമ്മൾ രണ്ട് കാര്യം ചിന്തിച്ചു. हमने 2 बार देखा। അവിടെ അനന്യാസ് എന്ന ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. अननियास के समान एक शिष्य था। ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തി, परमेश्वर को सुनने वाला व्यक्ति, ദൈവത്തിൽ നിന്നും കേട്ട് അതുപോലെ ചെയ്യുന്ന വ്യക്തി, परमेश्वर से प्राप्त करके सुनकर वैसे ही करने वाला व्यक्ति, മാത്രമല്ല ദർശനം കാണുന്ന വ്യക്തി. और दर्शन देखने वाला व्यक्ति। അവൻ ദൈവം പറയുന്നത് അനുസരിക്കുന്ന വ്യക്തി. वो परमेश्वर जो बोलते हैं सुनने वाला व्यक्ति। മാത്രമല്ല അവൻ മറ്റു വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി. और वही नहीं, दूसरे व्यक्तियों को जो है प्रोत्साहन करने वाला व्यक्ति, മറ്റുള്ളവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ താല്പര്യമുള്ള ഒരു വ്യക്തി. दूसरों को आगे बढ़ाने के लिए इच्छा करने वाला व्यक्ति। എല്ലാവരും തള്ളിക്കളയുന്ന വ്യക്തിയെയും കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി. सभी लोग छोड़ देते हैं व्यक्ति को भी जो है ध्यान देने वाला व्यक्ति। ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന വ്യക്തിയെ മുന്നിൽ കൊണ്ടുവന്ന് ജനത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി. कोई ध्यान नहीं दिया व्यक्ति को जो है लोगों के बीच में लाके परिचय करने वाले व्यक्ति। ആ വ്യക്തി സഭയിൽ വന്നപ്പോൾ സഭയ്ക്ക് മാറ്റമുണ്ടായി. वो व्यक्ति कलीसिया में आया तो कलीसिया का बदलाव हुआ। ഇന്ന് നമുക്ക് വേറൊരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാം. आज हम और व्यक्ति के बारे में देखते हैं। 9-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. 9 का 32वां आयत। അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. प्रेरितों का काम उसका 9 का 32। അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, हम ऐसा पढ़ते हैं। പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലേക്കും ചെന്നു.
और ऐसा हुआ कि पतरस हर जगह फिरता हुआ उन पवित्र लोगों के पास ही पहुंचा जो लुद्दा में रहते हैं। പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി. तो आज हम देखने वाले जो यात्रा करने वाला व्यक्ति, ബൈബിൾ പഠിക്കുമ്പോൾ ഈ സഞ്ചരിക്കുന്ന അനേക വ്യക്തികളെ കുറിച്ച് കാണാൻ കഴിയും. बाइबल पढ़ने के समय ये यात्रा करने वाले कई सारे लोग हम देख सकते അത് हैं എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് കൂടെ ദൈവത്തിന്റെ वचനം പറയുന്നു. और वो कैसे यात्रा करते वो भी बता दे परमेश्वर का वचन। ഞാൻ ഈ വചനം വായിച്ചപ്പോൾ मैं वचन पढ़ने के എനിക്ക് समय പെട്ടെന്ന് സഞ്ചരിക്കുന്ന വേറൊരു വ്യക്തിയെ ഓർമ്മ വന്നു. मेरे को तभी अचानक जो और ही व्यक्ति है सवार करने वाला उसके बारे में बता। ആ വ്യക്തിയുടെ സഞ്ചാരവും ഈ പത്രോസിന്റെ സഞ്ചാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. वो व्यक्ति का यात्रा और पतरस का यात्रा में फर्क है। ഇവിടെ പത്രോസ് എല്ലായിടവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. यहाँ पतरस हर एक जगह जो यात्रा कर रहा है അവൻ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. और जैसे जाके यात्रा कर रहा है। എന്നാൽ നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ हम अय्यूब का किताबें देखते हैं, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഒരാളെ കാണാൻ കഴിയും. उसका 1 का 7 में हम इन व्यक्ति को देख सकते हैं। അവിടെ ഒരു വ്യക്തി സഞ്ചരിക്കുന്ന വ്യക്തിയെ കാണുന്നു. वहां भी एक फिरने वाले व्यक्ति को हम देखते हैं। നമുക്കറിയാം അവിടെ സഞ്ചരിക്കുന്നത് സാത്താന്. हम देखते हैं वहां पे शैतान के बारे में लिखा ഈ है। സാത്താന്റെ സഞ്ചാരവും ഈ പത്രോസിന്റെ സഞ്ചാരവുമാണ് ഇന്ന് പകൽക്കാലമുള്ള നമ്മുടെ ചിന്താവിഷയം. ये शैतान का यात्रा, पतरस का यात्रा, ये हम आज सोचने वाले हैं। നമുക്കറിയാം ഇയ്യോബിനെ കുറിച്ചുള്ള പുസ്തകം പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം കാണുന്നത് ഈ സാത്താനെ. हमें पता है अय्यूब का किताब देखेंगे तो वहां पे एकदम जो है मेन हम देखते हैं ये शैतान है, കാരണം അവൻ ചെയ്ത പ്രവൃത്തികളെ കുറിച്ചെല്ലാം അവിടെ ഉണ്ട്. कि उसने किया हुआ काम के बारे में सब वहां पे लिखा है। നമുക്കറിയാം ഒരു ദിവസം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പുത്രന്മാർ നിൽക്കുമ്പോൾ അവിടെ സാത്താനും ചെന്നു. हमें पता है जब भी एक बार वहां पे परमेश्वर के लोग रुकने समय शैतान भी गया। അപ്പോൾ ദൈവം സാത്താനോട് ചോദിക്കുക, परमेश्वर शैतान से पूछ रहे हैं നീ എവിടെ നിന്നാ വരുന്നത്? कहाँ से आता है। അപ്പൊ സാത്താന്റെ മറുപടി, शैतान का जवाब, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. पृथ्वी पर उधर उधर घूमते फिरते और डोलते डालते आया हूँ। പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ എന്താ ഊടാടി സഞ്ചാരവും ചുറ്റി സഞ്ചാരവും. घूमते फिरते और डोलते डालते। പത്രോസ് ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുമായിരുന്നു. पतरस भी जो है जाता था, സാത്താൻ ഊടാടി സഞ്ചരിക്കും. शैतान तो डोलते डालते जाता है। അപ്പോ ചുറ്റി സഞ്ചരിക്കുന്നതും ഊടാടി സഞ്ചരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്നും. तो घूमते फिरते और डोलते डालते जाने में से फर्क देखते हैं। ഈ ഊടാടി സഞ്ചരിക്കുന്നവൻ, जो डोलते डालते चलता है, അത് ഹിന്ദിയിൽ പറയുന്നത് അവിടെ ഇവിടെ ഇട്ടിട്ട് പോകുന്നവൻ. वो हिंदी में ऐसा बताते हैं कि यहाँ वहाँ डालते जा रहा है। ഊടാടി സഞ്ചരിക്കുമ്പോൾ അവൻ ദൃഷ്ടി വെക്കും. जो है डोलते डालते जाने से वो दृष्टि रखता है। അവൻ ദൃഷ്ടി വെക്കും. वो दृष्टि रखता है। എന്തിനാ ദൃഷ്ടി വെക്കുന്നത്? दृष्टि रखता क्यों है? ഇവന്റെ അവസ്ഥ എന്താണ്, इसका अवस्था क्या है, അല്ലെങ്കിൽ അവന്റെ കുറവ് വശം എന്താണ്, इसका कमी घटी क्या है, അവനെ എങ്ങനെയൊക്കെയാണ് ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്, कैसे उसको मनुष्य ने जो है रखा है, അവനെ എങ്ങനെ തകർക്കാം, कैसे उसको नाश कर। ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവനാ ഊടാടി സഞ്ചരിക്കുന്നത്. ऐसी बातों को सोचने वाला है ये डोलते डालते जाने वाला। ഈ ഊടാടി സഞ്ചരിക്കുന്നവർ മറ്റുള്ളവരുടെ കുറവ് വശങ്ങൾ മാത്രം കാണുന്നവർ, ये डोलते डालते जाने वाला दूसरों का जो है कमी घटी को ही देखेंगे, അല്ലെങ്കിൽ മറ്റുള്ളവരെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ. या दूसरों को नाश करने के लिए कोशिश करेंगे। അവരുടെ പരിപാടി എപ്പോഴും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. उनका काम हमेशा डोलते डालते जाने का। എല്ലായിടവും അവന് ഊടാടും. हर एक जगह क्या है उनको डोलते डालते जैसा। അവൻ ഇങ്ങനെ പോകുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, वैसे जाने का कारण क्या है करके पूछेंगे। ദൈവ മക്കളെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുള്ളത്. जो परमेश्वर का जो है व्यक्ति है उसका सारी जानकारी जानने के लिए। നോക്കിയേ, ഇയ്യോബിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവൻ കളക്ട് ചെയ്യും. देखिए अय्यूब के बारे में सारा जो जानकारी उसने दिया, കാരണം ഇവൻ പോകുന്നിടത്തെല്ലാം അവിടെ ഇവിടെ ചിലതെല്ലാം ഇട്ടിട്ടാ പോകുന്നത്. क्योंकि वो जहाँ जा रहा है यहाँ कुछ ना कुछ डाल के जा रहा है। അവന്റെ പരിപാടി അതാ. उनका काम ही वो है। അവൻ ഇങ്ങനെ ഊടാടിക്കൊണ്ടേയിരിക്കും. वो ऐसे डालते डालते जा रहा है। അവൻ ഒരിടത്ത് തങ്ങുന്ന വ്യക്തിയല്ല. वो एक जगह में रुकने वाला व्यक्ति नहीं। അവൻ ഇങ്ങനെ ലോകം മൊത്തം ഊടാടും. वो पूरी दुनिया में ऐसे जाता है। അവന് വേറെ ഒരു പരിപാടിയില്ല. उसको और कुछ काम नहीं है। ഇങ്ങനെ ഊടാടി ऐसे जाते जाते മറ്റുള്ളവരെ കുറവുവശങ്ങൾ കണ്ടുപിടിക്കുക, दूसरों का जो है कमी घटी को ढूंढना, അവനെ എങ്ങനെ തകർക്കാൻ ശ്രമിക്കുക. कैसे भी उसको नाश करने की कोशिश करना, ഒരൊറ്റ ചിന്ത മാത്രമേ ഈ ഊടാടുന്നവർക്കുള്ളത്. वही एक चिंता है। അതുകൊണ്ട് ഈ ഊടാടി സഞ്ചരിക്കുന്നത് ദൈവമക്കളല്ല, इसीलिए ऐसा डोलते डालते जाने वाला परमेश्वर के लोग नहीं, അത് സാത്താനും സാത്താന്റെ സൈന്യവും. वो शैतान और शैतान का सेना है। ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. आज भी हमारे आजू-बाजू जरा सोच के देखिए, ചില സാത്താന്റെ സൈന്യങ്ങളുണ്ട്. कुछ शैतान के सेना है, അവന്റെ ചില മക്കളുണ്ട്. उनके कुछ बच्चे हैं। അവർ ദൈവസഭയ്ക്ക് ചുറ്റും ഇങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുക. परमेश्वर के कलीसिया के जो है आजू बाजू ऐसा चलते हैं। അവൻ എന്തിനാ ഊടാടുന്നെന്ന് അറിയാമോ? क्यों ऐसा कर रहा है? ആ സഭയെ എങ്ങനെ തകർക്കാം,
कैसे उस कलीसिया को नाश ആ करें, സഭയ്ക്ക് വിരോധമായി എങ്ങനെ പ്രവർത്തിക്കാം, कैसे उस कलीसिया के विरोध में काम कर सके, അതിലേക്ക് വേണ്ടിയാണ് അവൻ ഊടാടി സഞ്ചരിക്കുന്നത്. इसीलिए वो ऐसा चल रहा है. അപ്പൊ അന്ന് ഇയ്യോബിന്റെ സമയത്ത് ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച സാത്താൻ तो उस समय जो है अय्यूब के समय ऐसा चलने वाला जो शैतान അവൻ ഇന്നും അനേക സഭകൾക്കും ദൈവദാസന്മാർക്കും ചുറ്റും ഊടാടിക്കൊണ്ടിരിക്കുക. आज भी बहुत सारे प्रभु के दास और कलीसिया का जो ऐसा चल रहा है. അതുകൊണ്ട് ദൈവദാസന്മാർ ദൈവമക്കൾ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കുക. इसलिए परमेश्वर के दास परमेश्वर के बच्चे हमेशा ध्यान देना. അവൻ എപ്പോഴും ഇങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുന്നത് वो ऐसे जो हमेशा डोलते रहते जाना, അവൻ നമ്മെ എങ്ങനെ തകർക്കാം, हमें कैसे नाश करें, നമുക്ക് വിരോധമായി എന്തൊക്കെ ചെയ്യാം, हमारे विरुद्ध क्या क्या करे, അവൻ പദ്ധതികൾ ആവിഷ്കൊണ്ടിരിക്കുക. वो सब देख रहा है. എന്നാൽ യഥാർത്ഥ ഒരു ദൈവ പൈതലിന് परंतु असल में जो एक प्रभु के बच्चे को, അവന്റെ ജീവിതത്തിൽ ആമെ സാക്ഷ്യം നേടിയ ഒരു ദൈവ പൈതലിന് जो उनका जीवन में जो है गवाही मिला उस जगह को, അവനെ തകർക്കുവാൻ സാത്താൻ ഒരിക്കലും കഴിയത്തില്ല. को नाश करने कभी शैतान को नहीं होगा. കാരണം നമുക്ക് ഇയ്യോബിനെ കുറിച്ച് അറിയാം. ये मैं यूब के बारे में पता है. ഇയ്യോബിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ ഇയ്യോബിനെ കുറിച്ച് നല്ലൊരു സാക്ഷ്യം കേൾക്കുന്നുണ്ട്. अय्यूब का एक में उसके बारे में गवाही देखते हैं. അവനെ പറയുന്നത് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. उसके बारे में ऐसा बोला है कि वो खरा सीधा परमेश्वर का भय मानता और बुराई से भय रखने वाला है. നോക്കിയേ, 4 വിധമാകുന്ന സാക്ഷ്യങ്ങൾ അവന് ചുറ്റും കാവലായി നിൽക്കുമ്പോൾ देखिए 4 प्रकार की जो गवाही उसके आजू बाजू रहने के समय, അവനെ 4 ചുറ്റും അവന്റെ സാക്ഷ്യങ്ങൾ അവനെ വേലി കെട്ടി കാവൽ ചെയ്യുമ്പോൾ जब ये गवाही उसके आजू बाजू ऐसा रखा हुआ है, അവൻ സാത്താൻ അവനെ തൊടാൻ കഴിയത്തില്ല. शैतान उसको छू नहीं सकता है. അവൻ സ്വന്തമായിട്ട് ഒരു സാക്ഷ്യം പ്രാപിച്ചു. वो खुद का गवाही प्राप्त किया. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവവും അവനെ കുറിച്ച് അതേ സാക്ഷ്യം തന്നെ പറയുന്നുണ്ട്. दूसरा हम देखते हैं कि परमेश्वर भी उसके बारे में वही गवाही देते हैं. 8-ാം വാക്യത്തിൽ ദൈവം അവനെ കുറിച്ച് അതേ സാക്ഷ്യം തന്നെ പറയുന്നുണ്ട്. 8वां आयत में परमेश्वर वही गवाही देते हैं. നോക്കിയേ, ദൈവവും മനുഷ്യനും ഒരേ സാക്ഷ്യം പറയുന്ന ഒരു വ്യക്തി. देखिए परमेश्वर और मनुष्य दोनों भी एक ही समान बोल रहे ആ हैं. ദൈവം ചോദിക്കുക, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമാകുന്നു. परमेश्वर भी यही बोल रहे हैं कि वो खरा और सीधा और भय मानने वाला, बुराई से दूर रहने वाला मनुष्य है. മാത്രമല്ല ദൈവം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. और एक जो परमेश्वर कहते हैं, ഭൂമിയിൽ ആരും ഇല്ലല്ലോ അവനെ പോലെ. कहते हैं कि और कोई नहीं है, വേറെ ആരും അതുപോലെ ഇല്ല. वैसा कोई नहीं है. അപ്പോ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ സമയത്തിൽ ദൈവത്തിന് വേണ്ടി നിന്നൊരു വ്യക്തി. ऐसा कोई नहीं रहने के समय, उस समय में परमेश्वर का रुका व्यक्ति. നമുക്കറിയാം, ഭൂമി മൊത്തവും പാപം ചെയ്ത് പാപത്തിന്റെ അടിമത്തത്തിലായി തീർന്നപ്പോൾ हमें पता है पूरा दुनिया जब पाप करके पाप के अधीन में था, അവിടെ ഒരു വ്യക്തിക്ക് മാത്രം ദൈവത്തിന്റെ കൃപ ലഭിച്ചു. वहाँ पे एक व्यक्ति को ही परमेश्वर का अनुग्रह मिला. അവൻ പ്രൈസലോട് അവനെ കുറിച്ച് പറയുന്നത്, उनके बारे में बोला गया है, ഭൂമി നശിപ്പിക്കുവാൻ ദൈവം പദ്ധതി ഇട്ടപ്പോൾ जब परमेश्वर जो है दुनिया को नाश करने के लिए योजना करने के लिए, അവൻ ഒരു വ്യക്തിയെ മാത്രം ദൈവം കണ്ടു. एक व्यक्ति को ही देखा. അതാണ് നോഹ. वो है नूह. ലോകം മൊത്തവും ഒരു വശത്ത് നിൽക്കുമ്പോൾ पूरा दुनिया एक जगह में रहने के समय, ഇതാ ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ നിൽക്കുക. देखो अकेला एक व्यक्ति खड़ा है. അവന് ലോകപ്രകാരം ജീവിക്കാമായിരുന്നു. वो दुनिया के अनुसार जी सकता था. അവന്റെ കുടുംബത്തിനോ മക്കൾക്കോ അതുപോലെ ജീവിക്കാമായിരുന്നു. उनके बच्चों के लिए, परिवार की वजह से रह सकते थे, പക്ഷെ അവരാരും ലോകപ്രകാരം ജീവിച്ചില്ല. परंतु वैसा कुछ भी वो नहीं जिए. ഇന്നത്തെ സാഹചര്യമാണെങ്കിൽ तो आज का हम देखेंगे तो കുറച്ചെങ്കിലും ലോകം ഇവരുടെ ഉള്ളിലേക്ക് കടന്നേ. थोड़ा तो दुनिया जो उनके अंदर जाता था, കാരണം ഇന്ന് കുറച്ചല്ല, ഏകദേശം എല്ലാം ലോകപ്രകാരമാണ്. क्योंकि आज थोड़े नहीं बहुत सभी लोग ही നമ്മൾ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ നമുക്ക് അവരെ പോലെ കുറച്ചൊക്കെ അനുകരിക്കണ്ടേ? हम दुनिया में रहने के समय हमें थोड़ा तो उनके समान होना है, ഇല്ലെങ്കിൽ അവർ നമ്മളെ ഒറ്റപ്പെടുത്തും. नहीं तो वे हमें अकेला करेंगे. അവർക്ക് ഒരു വിശ്വാസി പറഞ്ഞതാ, एक बार एक विश्वासी ने कहा, പ്രൈസ് ദി ലോർഡ്, ഞാൻ നാട്ടിൽ പോകുമ്പോ അവരെ പോലെ പോയില്ല എങ്കിൽ അവർ ഞങ്ങളെ ഒറ്റപ്പെടുത്തും. अगर मैं गाँव जाने से उनके समान नहीं रहेगा तो वो लोग मुझे अकेला करेंगे. സഭയിൽ വരുമ്പോ ഒരു മുഖം, तो कलीसिया में आने से एक चेहरा, ലോകത്തിലായിരിക്കുമ്പോ വേറൊരു മുഖം, दुनिया में रहने के समय एक चेहरा, ബന്ധുക്കളോടായിരിക്കുമ്പോ ഒരു മുഖം, जो है इस तरह के साथ एक चेहरा, വിശ്വാസികളോടായിരിക്കുമ്പോ ഒരു മുഖം. विश्वासी के साथ रहने से एक चेहरा. ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. आज वैसे एक अवस्था में आ गए. വിശ്വാസ ഗോളം അങ്ങനെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. विश्वास का गोल वैसे बढ़ते आ गया. എന്നാൽ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, में कहा है, ഭൂമിയിൽ വേറെ ആരുമില്ല അതുപോലെ. दुनिया में ऐसा कोई नहीं है. ദൈവം കൊടുത്തൊരു സർട്ടിഫിക്കറ്റ്. परमेश्वर दिया हुआ एक सर्टिफिकेट. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സാത്താന് വന്ന് തൊടാൻ കഴിയുമോ? ऐसा वाला व्यक्ति को शैतान आके छू सकता है. സാത്താനും പറയുന്നുണ്ട്, शैतान भी कहता है, അവൻ വെറുതെ അല്ല ഭക്തനായിരിക്കുന്നത്. वो ऐसे नहीं व्यक्ति है, നീ അവനെ വേലി കെട്ടി കാവൽ ചെയ്യുക. वो जो है संभाल के रखा है. നീ അവനെ എന്താ
കാത്തു പരിപാലിക്കുന്നത് കൊണ്ട് അവൻ നിന്നെ ആരാധിക്കുന്നതാണ്. वो क्यों ऐसा कर रहा है? क्योंकि तूने उसको जो है बेरी बांध के रखा ഇന്നും സാത്താന് പറയാനുള്ള ഒരൊറ്റ കാര്യം, है। शैतान को भी आज एक ही बोला है, ദൈവമക്കളെ ദൈവം ആ കാത്തു പരിപാലിക്കുന്നത് കൊണ്ടാണ് ഇവർ തെറ്റിലേക്ക് പോകാത്തതെന്ന്. परमेश्वर के लोगों को परमेश्वर संभाल रहे, इसलिए वो गलती नहीं कर रहे। അതൊരു വിശുദ്ധനെ കുറിച്ചുള്ള ദൈവത്തിന്റെയും സാത്താന്റെയും കാഴ്ചപ്പാട്. एक धर्मी व्यक्ति के बारे में परमेश्वर और शैतान का नजरिया है। എന്നാൽ ഈ സാത്താൻ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ട് तो ऐसे शैतान सब जो है डोसर जाने के समय അവൻ മറ്റുള്ളവരെ എങ്ങനെ തകർക്കാമെന്ന് ചിന്തിക്കുമ്പോൾ, वो दूसरों को कैसे नाश करने करके सोचने के समय നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചത്, हम प्रेरितों की किताब में हम पढ़े, അവിടെ പത്രോസ് അവൻ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുമായിരുന്നു. पतरस जो है वैसे चलता था, അവൻ ചുറ്റി സഞ്ചരിക്കുന്നത് वो ऐसा जो फिर के जाता था സഭയുടേതായ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനാണ്, कलीसिया की बातों को समझने के लिए, സഭയുടെ അവസ്ഥകളെ കുറിച്ച് അറിയുവാനാണ്. कलीसिया के जो है अवस्था को जानने के അവൻ അങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ लिए, वो ऐसे फिर के जाने के समय സഭയുടെ വിശേഷങ്ങൾ അവൻ മനസ്സിലാക്കും. कलीसिया का विशेष पता चलेगा, സഭയ്ക്ക് വേണ്ടുന്നതായ ആലോചനകളെ നൽകും. कलीसिया को जो चाहिए वो देंगे, ആ സഭയെ ബലപ്പെടുത്തും. कलीसिया को जो है बल देंगे, ഇങ്ങനെ ആ സഭ ആരോഗ്യമുള്ളതായി തീരും. ऐसे वो कलीसिया जो है स्वस्थ रहेगा। അപ്പോ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സഭയുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു പത്രോസ് സഭയ്ക്ക് तो ആവശ്യമാണ്. ऐसा जो है सब जगह जो है सवाल करके जाने वाला जो है पतरस से, ये जो सभा को हम देख सके। ആമേൻ. ഈ പത്രോസിനെ പോലുള്ള ഒരു വ്യക്തി ആ സഭയിൽ ഉണ്ടെങ്കിൽ ये पतरस के समान एक व्यक्ति उस कलीसिया में रहेगा, ആ സഭയ്ക്ക് സമാധാനം ലഭിക്കുവാൻ കഴിയും. तो कलीसिया को शांति मिलेगा, ആ സഭയ്ക്ക് ആത്മീക വർധന പ്രാപിക്കാൻ കഴിയും. तो कलीसिया को जो है बढ़ोतरी ആ आएगा, ആത്മീക വർധന പ്രാപിക്കാനുള്ള കാരണം क्योंकि वो कलीसिया को से बढ़ोतरी मिलने का कारण है। പത്രോസ് ഇങ്ങനെ ഓരോ ദേശത്തിലും പോയിക്കൊണ്ടിരിക്കുക. पतरस ऐसा हर एक देश में जाते जा रहा है, എവിടെയെല്ലാം സഭകളുണ്ടോ അവിടെ എല്ലാം ചെന്ന് ആ സഭയെ ബലപ്പെടുത്തുന്നു. जहाँ जहाँ कलीसिया है वहां पर जाके उस कलीसिया को बल देता है, ആമേൻ. ആ സഭയ്ക്ക് വേണ്ടുന്നതായ ആലോചനകൾ നൽകുന്നു. वो कलीसिया को जो जरूरत है वो जो है ज्ञान वो सोच देता है, സഭയുടെ കുറവ് വശങ്ങളെ മനസ്സിലാക്കി कलीसिया के जो है कमी घटी को जानकर, ജനത്തെ പ്രബോധിപ്പിച്ച് लोगों को बताकर, ജനത്തെ ധൈര്യപ്പെടുത്തി लोगों को जो है हिम्मत देकर ആ ജനത്തെ ആത്മീകമായി ഉയർത്തുന്ന ഒരു വ്യക്തി, है लोगों को बढ़ाने वाला, അങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പത്രോസ് ഇന്ന് സഭയ്ക്ക് ആവശ്യമാണ്. ऐसे आगे चलाने वाले एक पतरस इस कलीसिया को जरूरी है। സഭയുടെ കുറ്റങ്ങൾ മാത്രം പറയുന്ന പത്രോസ് അല്ല, कलीसिया का सिर्फ जो है कंप्लेंट बोलता नहीं है, ആമേൻ. എന്നാൽ സഭയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് സഭയ്ക്ക് ആലോചന കൊടുക്കുന്ന പത്രോസ്, परंतु कलीसिया को कैसे आगे बढ़ाना है करके जो है सोच देने वाले व्यक्ति, എങ്ങനെ ആത്മീക വർധന പ്രാപിക്കാമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന പത്രോസ്, कैसे आत्मीय से बढ़ना जो प्रोत्साहन करने वाले पतरस, ആമേൻ. ആ സഭയെ എങ്ങനെ വളർത്താമെന്നുള്ള ചിന്ത കൊടുക്കുന്ന പത്രോസ്, कैसे वो जो है कलीसिया में जो है बढ़ोतरी लाने का पतरस, ജനത്തിന്റെ അവസ്ഥകൾ അറിഞ്ഞ് जो है लोगों का जो है अवस्था को समझकर, ജനത്തിനെ പ്രബോധിപ്പിച്ച് को जो है समझाकर ആ ജനത്തെ ബലപ്പെടുത്തുന്ന പത്രോസ്. उनको बल देने वाला पतरस, അപ്പൊ അങ്ങനെയുള്ള ഒരു പത്രോസ് ഉണ്ടെങ്കിൽ ऐसा एक पतरस है तो ജനം ആത്മീക വർധന പ്രാപിക്കും. जो है लोगों के बीच में आत्मिक से जो है बढ़ोतरी होगा, അവർക്ക് ആത്മീക വർധന പ്രാപിക്കണമെങ്കിൽ वो आत्मिक बढ़ोतरी होना है അവർക്ക് ആത്മീക ആലോചന കൊടുക്കുന്ന വ്യക്തി അവിടെ ആവശ്യമാണ്. तो उनको जो आत्मिक से जो है देने वाले व्यक्ति वहाँ पे होना चाहिए, ആത്മീകമായി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വളർത്തുന്ന ഒരു പത്രോസ് അവിടെ ആവശ്യമാണ്. आत्मिक से उनको जो है संभालने वाले बचाने वाले पतरस वहाँ पे होना चाहिए। ആമേൻ. ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു പത്രോസ് ആണോ നാം? वैसे फिर के जाने वाले पतरस है क्या हम, അതോ ഊടാടി സഞ്ചരിക്കുന്ന വ്യക്തിയാണോ? या डोलते डालते जाने वाले व्यक्ति? ആ ഊടാടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ സഭ നശിച്ചു പോകും. डोलते डालते जाने वाले तो क्या है, कलीसिया नाश होएगा। എന്നാൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന വ്യക്തിയുടെ സഭ ആത്മീക വർധന പ്രാപിക്കും. परंतु ऐसे जो है घूम फिर के जो है सभी लोग को देखते हुए लोग हैं वो आत्मा में बढ़ेंगे, കാരണം ആ സഭയ്ക്ക് ആത്മീകമായ ഉണർവ് കൊടുക്കുന്നതാണ് പത്രോസ്. क्योंकि कलीसिया को आत्मिक से जो है बढ़ाने देता है पतरस। ഇങ്ങനെ സഭ ആത്മീക വർധന പ്രാപിച്ചു. वैसे कलीसिया बढ़ता है, ആത്മീക വർധന പ്രാപിക്കണമെങ്കിൽ आत्मिक से बढ़ने का है तो ചുറ്റി സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അവിടെ ആവശ്യമാണ്. जो है वहां पर फिरने वाले व्यक्ति जरूरी है, സഭയുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്ന, कलीसिया का समस्या को समझते, വിശ്വാസികളുടെ ആവശ്യങ്ങളെ അറിയുന്ന, विश्वासियों के जो है विशेष को जानते, ആ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന, उनको प्रोत्साहन करते, അവരെ മുന്നോട്ട് നയിക്കുന്ന, उनको आगे बढ़ाते हुए, അവർക്ക് അനുഗ്രഹമായി തീരുന്ന उनको अनुग्रह देते हुए ഒരു പത്രോസ് ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുക. पतरस का जरूरी है। ആ പത്രോസ് സഭയിൽ ഇല്ലാത്തിടത്തോളം കാലം जब तक वो पतरस नहीं है സഭയ്ക്ക് ആത്മീക വർധന പ്രാപിക്കാൻ കഴിയത്തില്ല. तो जो है कलीसिया को आत्मा से बढ़ाते नहीं होगा, കാരണം ഈ പത്രോസ് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് क्योंकि पतरस जो है ऐसा जाते हुए അവൻ എല്ലായിടത്തും പോവുക.
हर जगह जा रहा है। ഓരോ സ്ഥലത്തും അവൻ ആ സഭയിൽ ഓരോ സ്ഥലത്തുള്ള സഭയിൽ അവൻ ചെല്ലുക. तो हर एक जो है जगह का वो कलीसिया में जा रहे हैं। മാത്രമല്ല അവൻ പോകുന്നിടത്തെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. और यही नहीं सिर्फ जहाँ जा रहे परमेश्वर का जो है काम भी प्रकट हो, അവനിൽ കൂടെ ദൈവത്തിന്റെ വീര്യ പ്രവൃത്തികൾ വെളിപ്പെടുന്നുണ്ട്. की तरह परमेश्वर का काम प्रकट हो रहा ഈ है। ചുറ്റി സഞ്ചരിക്കുന്ന പത്രോസ്, ये जो ऐसे फिरने वाला पत्र, ആത്മീക ശക്തി പ്രാപിച്ച പത്രോസ്, आत्मिक शक्ति पाया पत्र, ദൈവത്തിന്റെ കൃപാവരങ്ങൾ പ്രാപിച്ച പത്രോസ്, परमेश्वर के जो है अनुग्रह को प्राप्त किया पत्र, അവൻ കടന്നു പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. जहाँ जहाँ गया वहां पर जो है अद्भुत चमत्कार होता है। നമുക്കറിയാം അവൻ യെരുശലേമിൽ വന്നപ്പോൾ അവിടെ മുടന്തനായ വ്യക്തിയെ എഴുന്നേൽപ്പിച്ചു. पता जब यरूशलेम में आने से वहाँ पे लंगड़ा व्यक्ति को खड़ा किया था। മാത്രമല്ല അവൻ പോകുന്ന വഴികളിൽ തന്നെ രോഗികളെ കൊണ്ടുവന്ന് സൗഖ്യം പ്രാപിക്കുന്നു. जाने वाला उस रास्ते में जो है रोगियों को लेके आके वो चंगा होता है। അവൻ ആത്മീക അഭിഷേകം പ്രാപിച്ചവനാകിയാൽ आत्मिक से जो अभिषेक प्राप्त किया, അവൻ പോകുന്നിടത്തെല്ലാം അത്ഭുതം പ്രവർത്തിക്കും. वो जहाँ जहाँ जाया गया वहां पर जो है परमेश्वर की जो चमत्कार हुई। ഇന്ന് അതുപോലുള്ള ഒരു വ്യക്തിയാണ് ദൈവം അന്വേഷിക്കുന്നത്. ऐसे ही व्यक्ति परमेश्वर ढूंढ रहे हैं, കാരണം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ സഭയെ ഉറപ്പിക്കുന്നത്. क्योंकि अद्भुत रीति से चमत्कार से जो परमेश्वर का कलीसिया को परमेश्वर बढ़ाते हैं। ഈ സമയത്തും ദൈവം അന്വേഷിക്കുന്നത് ये समय परमेश्वर जो ढूंढ रहे हैं അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമെന്ന്. जो है अद्भुत कार्य चमत्कार होने के। നമ്മളാണെങ്കിൽ ആമേൻ ഇസ്രായേൽ ജനത്തെ പോലെ ആയിത്തീർന്നിരിക്കുക. हम तो इस्राएल लोग के समान हो गए हैं। ഇസ്രായേൽ ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. इस्राएल लोग की बात कहते हैं, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ സമയത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. पहले हमारे पिताओं के समय में तो अद्भुत कार्य किया। അങ്ങനെ പിതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ऐसे पिताओं ने बोला हम सुना है, ഇന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. आज हम नहीं देख पा रहे। നമ്മുടെ അവസ്ഥ ഇന്ന് അങ്ങനെയല്ലേ എത്തിയിരിക്കുന്നത്? हमारा अवस्था ऐसा हो गया है ना। നമ്മൾ ഇന്നും പറയാറുണ്ട്, आज भी बोलते हैं ആമേൻ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ അത്ഭുതം പ്രവർത്തിച്ചു, हमारे पूरे पिता ने जो अद्भुत അവർ कार्य ദൈവത്തിന് വേണ്ടി നിന്നു, परमेश्वर के लिए खड़े रहे, ദൈവത്തിന് വലുത് ചെയ്തു, परमेश्वर के लिए कुछ किया, ദൈവത്തിന് വലുത് പ്രാപിച്ചു. परमेश्वर से कुछ प्राप्त किया। അവർ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും उन्होंने किया वो अद्भुत जो है अद्भुत चमत्कार, അവരുടെ വീര്യ പ്രവർത്തികൾ उनके जो कार्य ഇന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ. हम ऐसे बोलते ही हैं। എന്തുകൊണ്ട് അത് നമ്മിൽ കൂടെ വെളിപ്പെട്ടുകൂടാ? हमारे द्वारा वो नहीं हो पाएगा, എന്തുകൊണ്ട് നമ്മിൽ കൂടെ അത് വെളിപ്പെടുന്നില്ല? क्यों हमारे द्वारा नहीं होता है। ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് പരിശോധിക്കണം. इन दिनों में हमें जो है परखना है, നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം. हमारा जीवन परखना है। ആമേൻ ആ പത്രോസിനെ പോലെ ആമേൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയും. वो पत्र समय जो है अद्भुत करने के लिए हमें भी होगा। അതെ, പത്രോസിനെ വിളിച്ച ദൈവമാണ് നമ്മയും വിളിച്ചിരിക്കുന്നത്. पत्रस को बुलाया परमेश्वर ने, हमें भी बुलाया है। ആമേൻ പത്രോസിൽ കൂടെ ചെയ്ത പ്രവൃത്തി നമ്മിൽ കൂടെയും ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. पत्रस के द्वारा जो किया हमारे द्वारा भी कर सकते हैं। കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് ये परमेश्वर का वचन कहता है, ഇത് പ്രത്യേകമാകുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ളതല്ല, जो ये प्रत्येक किसी व्यक्ति के लिए नहीं है, ഇത് എല്ലാവർക്കും വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. हर एक जन के लिए है। അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, इसलिए मरकज का जो है हम देखते हैं सुसमाचार में बताया है, 16 അധ്യായത്തിന്റെ 17 വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ उसका 16 का 17 में ऐसा बोला है, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന്. अभी बोला भी है कि जो विश्वास करता है उनके द्वारा ये चिन्ह होंगे। അത് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയിൽ കൂടെയും ദൈവം പ്രവർത്തിക്കുന്നത്. तो विश्वास करने वाले कोई भी व्यक्ति की तरह हो सकता है। അതിന് വലിയ വലിയ ഭാഷമാർ വേണമെന്നില്ല, उनके लिए जो बहुत सारे पासवान शेष हैं, അതിലെ കൺവെൻഷൻ പ്രാസംഗികന്മാർ വേണമെന്നില്ല, तो उसमें जो है कन्वेंशन होके बहुत सारे वचन देने वाले लोग हैं। ഇല്ലെങ്കിൽ ബെന്നിഹിനിലെ കൂടെയും പ്രൈസലോട് അതുപോലുള്ള വ്യക്തികളുടെ കൂടെ മാത്രമേ ചെയ്യൂ എന്നല്ല പറഞ്ഞത്. या फिर जो बेन्नी है या फिर ऐसे कुछ लोगों के द्वारा ही होगा करके नहीं बोला है। അത് വിശ്വസിക്കുന്ന എല്ലാവരിൽ കൂടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. विश्वास करने हर एक वाले जो विश्वास करते हैं उनके हर एक जन के द्वारा हो सकता അപ്പോ ഇവിടെ നടക്കാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ है। यहाँ पे नहीं होते इसका कारण क्या है? നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാ. हमारा विश्वास की कमी है, ആമേൻ, നമ്മുടെ അവിശ്വാസം കൊണ്ടാ हमारी जो अविश्वास है, നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. हम विश्वास नहीं कर पा रहे हैं। കാരണം എന്തെന്നറിയാമോ? पता है നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ क्योंकि हमें विषय के लिए प्रार्थना करने की സാത്താൻ വന്ന് പറയും, के बोलेगा ഇത് നിന്നെ കൊണ്ട് കഴിയത്തില്ല, ये तुमसे नहीं होगा, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് നിനക്കത് നേടാൻ കഴിയത്തില്ല. और ये सब करने से तुम ये प्राप्त नहीं कर അപ്പൊ सकते। നമ്മളും പറയും അത് ശരിയാ. तो हम कहते हैं कि हाँ वो सही है, എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. लेकिन परमेश्वर के वचन में विश्वास नहीं कर पाते हैं। കർത്താവ് പറഞ്ഞത്, किसी ने कहा എന്നിൽ വിശ്വസിക്കുന്നവൻ जो मुझे विश्वास करता है ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യുമെന്ന്. वो मुझसे भी अधिक करेगा। നമുക്ക് കർത്താവ് ചെയ്തതുപോലും ചെയ്യാൻ കഴിയുന്നില്ല. तो हम जो है जो करने के लिए बोला वो भी नहीं करते हैं। ആമേൻ. പിന്നെ എങ്ങനെയാ അധികം ചെയ്യുന്നത്? फिर कैसे अधिक करेंगे? യേശു ക്രിസ്തു ചെയ്യുന്നതിലും അധികം ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്.
यीशु मसीह करने से भी अधिक जो है करने को अनुग्रह दिया गया। അപ്പോ അത് നടക്കണമെങ്കിൽ तो वो होना है तो നമ്മൾ വിശ്വസിക്കുന്നവരായി തീരും. विश्वास करने वाले होने चाहिए। നമ്മൾ വിശ്വസിക്കുന്നവരായി തീരുക. विश्वास करने वाले होने चाहिए। എന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. मेरे द्वारा परमेश्वर का काम करने होगा करिए विश्वास। എന്നിട്ട് പ്രാർത്ഥിക്കുക. फिर प्रार्थना कीजिए। ദൈവഹിതത്തിന് ഏൽപ്പിക്കുക. परमेश्वर की जो है ആമേൻ. ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ परमेश्वर की इच्छा जानकर अगर प्रार्थना करेंगे അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. तो हर परमेश्वर का जो है काम प्रकट होगा। അങ്ങനെയെങ്കിൽ നമ്മിൽ കൂടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. तो हमारे द्वारा परमेश्वर जो है काम कर सकते हैं। യോശുവയ്ക്ക് മാത്രമല്ല, यहोशू से नहीं, അവൻ മോശയ്ക്ക് മാത്രമല്ല, यहोशू से नहीं, നമുക്കും പ്രവർത്തിക്കാൻ കഴിയും. हम भी वहाँ पे काम कर सकते हैं। നമ്മിൽ കൂടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. हमारे द्वारा परमेश्वर काम कर सकते हैं। ദൈവം പ്രവർത്തിക്കണമെങ്കിൽ परमेश्वर काम करना है तो നമ്മൾ വിശ്വസിക്കുന്നവരായി തീരുക. हम विश्वास करने वाले होने चाहिए। ഇത് പത്രോസ് ആത്മീക കൃപാവരങ്ങൾ പ്രാപിച്ചു. हाँ, जो पतरस से जो आत्मा से जो है अनुग्रह प्राप्त किया। അവൻ പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. जहाँ जहाँ गया वहाँ पे अद्भुत और चमत्कार हुआ। ആമേൻ. അവൻ പോകുന്നിടത്തെല്ലാം സഭയ്ക്ക് സമാധാനം ഉണ്ടായി. वहाँ पे जहाँ वो भी गया उस जो है उस कलीसिया को आशीष मिला। അവൻ പോകുന്നിടത്തെല്ലാം സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടായി. जहाँ वो गया है वहाँ पे जो आत्मा से जो है बढ़ाते हुआ है। ഒന്ന് ചിന്തിച്ചു നോക്കിയേ. तो सोच के देखिए ഇന്ന് പല സഭകളിലും പലരും പോകുമ്പോൾ आज जो है बहुत सारे लोग कलीसिया में जाने के समय അവിടെ ആത്മീക വർധനവല്ല ഉണ്ടാകുന്നത്, वो आत्मा से जो है नहीं बढ़ता है। ആ സഭയുടെ പിളർപ്പാ ഉണ്ടാകുന്നത്. वो जो है कलीसिया का जो अलग अलग हो जाता ആ है। പ്രീസലോട് സഭയ്ക്കുള്ള ഈ വിശ്വാസം കൂടെ നഷ്ടപ്പെടുന്നത്, तो जो है कलीसिया को जो है विश्वास भी जो है नष्ट कर देता है। അവർക്കുണ്ടായിരുന്നതായ ഒരു പ്രത്യാശ കൂടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. वो जो चाहिए जो है आशा जो है वो होनी चाहिए। ആമേൻ. എന്നാൽ ഈ ദിവസങ്ങളിൽ तो आज इन दिनों में ഒരു പത്രോസിനെ പോലെ एक पतरस के समान ആത്മീക കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് आत्मिक रीति के जो अनुग्रह प्राप्त करते हुए ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സുവിശേഷകനാണ്. ऐसे जो है फिरते रहने वाला एक जो है सुसमाचारक, ആമേൻ. പോകുന്നിടത്തെല്ലാം സഭയ്ക്ക് സമാധാനം ഉണ്ടാക്കുന്ന, जो है जाने वाला हर एक जगह में जो कलीसिया को जो है होने के लिए അവിടെ ആത്മീക വർധന വരുത്തുന്ന, आत्मिक से जो बढ़ते होने के लिए ആമേൻ, അങ്ങനെയുള്ള ഒരു വ്യക്തിയായി തീരുവാൻ वैसे एक व्यक्ति बदलने के लिए നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? हम परमेश्वर के हाथों में दे सकते हैं। എന്നാൽ ദൈവം നമ്മിൽ കൂടെ പ്രവർത്തിക്കും. तो परमेश्वर हमसे बातें करेंगे, ആമേൻ. ദൈവം നമ്മിൽ കൂടെ അത് പ്രവർത്തിക്കും. हमारे द्वारा काम करेंगे। അങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു പത്രോസ് സഭയിലുണ്ടായിരുന്നു. ऐसे फिर के जो है सवार करने वाले एक पतरस उस कलीसिया അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? पता है। ആമേൻ. അടുത്തൊരു വ്യക്തിയെ നമ്മൾ കാണുന്നത് फिर व्यक्ति हम देखते हैं 36 വാക്യത്തിൽ. उसका 36 आयत, ആമേൻ. അതിലെ 36 വാക്യം വായിക്കുമ്പോൾ 36 पढ़ने के समय അവിടെ നമ്മൾ ഒരു വ്യക്തിയെ കാണുന്നു. वहाँ पे एक व्यक्ति को हम देखते हैं, തബീത എന്ന് പേരുള്ള ഒരു ശിഷ്യ. तबीदा करके नाम की शिष्य। അവൻ മൂന്നാമത് നമ്മൾ കാണുന്ന തബീത എന്ന് പേരുള്ള ഒരു ശിഷ്യ. तीसरा हम देख सकते हैं तबीदा करके जो है शिष्य। ആ ശിഷ്യ ആ സഭയിലുണ്ടായിരുന്നു. वो शिष्य उस कलीसिया में था। ആ സഭയിലുണ്ടായിരുന്ന ശിഷ്യ ചെയ്യുന്ന കാര്യം എന്തെന്നറിയാമോ? इससे पता वो क्या करती थी? വളരെ സൽപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. सारे काम करने वाली व्यक्ति थी, ആമേൻ. വളരെ സൽപ്രവർത്തി ചെയ്യുന്ന വ്യക്തി. भले भले काम करने वाली, ആമേൻ. അവിടെ അവർ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തി. अच्छा काम सिर्फ करने वाली। എന്നാൽ ഇന്ന് എന്താ സംഭവിക്കുന്നത്? लेकिन आज क्या होता है, ഒരു നല്ല കാര്യം ചെയ്യുന്ന വ്യക്തിയെ പോലും एक अच्छा काम करने वाले व्यक्ति നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥ, निरुत्साह करने का अवस्था, അവരെ പോലും പിന്നിലോട്ട് വലിക്കുന്ന അവസ്ഥ. जो पीछे खींचने का अवस्था। ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है ഈ തബീത कि तबीदा സൽപ്രവർത്തികൾ ചെയ്യുന്നവളായിരുന്നു. जो अच्छा काम करने वाली होती, ആമേൻ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന വ്യക്തി. दूसरों को जो है मदद करने वाली, ആമേൻ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തി. दूसरों को भलाई करने वाली, സ്വന്തം കാര്യത്തെക്കാളും खुद का बात से भी ज्यादा മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി, दूसरे के लिए रुकने वाली व्यक्ति, ഇങ്ങനെ സഹായിക്കുന്ന ഒരു വ്യക്തി സഭയിൽ ഉണ്ടെങ്കിൽ ऐसा जो है सहायता करने वाली व्यक्ति कलीसिया में रहेगी, ആ सഭ നിശ്ചയമായി അനുഗ്രഹം പ്രാപിക്കും. कलीसिया जरूर बढ़ेगा, ആ സഭ അനുഗ്രഹം പ്രാപിക്കും. कलीसिया अनुग्रह प्राप्त करेगा। കാരണം എന്തെന്നറിയാമോ? कारण क्या पता है? ഇവൾ വളരെ സൽപ്രവർത്തികൾ ചെയ്യുമായിരുന്നു. भले भले काम कर देती। പെട്ടെന്നൊരു ദിവസം अच्छा है, एक दिन അവൾ രോഗം പിടിച്ച് മരിക്കുവാനിടയായി. वो जो है रोग के वो मरने के लिए आ गई, അവൾ മരിച്ചുപോയി. मर गई। അവൾ മരിച്ചപ്പോൾ ചെയ്തത് वो गुजरने के समय किया, അവിടുത്തെ ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് വിലപിക്കുക. वो सभी लोग वहाँ पे एक साथ मिलकर जो है विलाप करें, അവൾ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് വർണ്ണിക്കുക. वो जो उन्होंने किया वो बातों के बारे में वर्णन कर रहे थे। ഓരോരുത്തർക്കും വേണ്ടി അവൾ ചെയ്തതിനെ കുറിച്ച് അവർ വർണ്ണിച്ച് അവർ വിലപിക്കുക. वो हर एक जन के लिए उसने किया वो उपकारों को जो लोग बोल के वो लोग विलाप करे। ആമേൻ. ഇന്നത്തെ സാഹചര്യമാണെങ്കിൽ आज का अवस्था रहेगा, എന്തായി തീർന്നേനെ? क्या होगा? ആ പുറത്തു നിന്ന് ചില വാക്കുകൾ പറയും. बाहर से कुछ बातें बोलेंगे, അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു വിടും. उसने ऐसा किया वैसा किया करके बोल के छोड़ देंगे, കാരണം അതുപോലുള്ള സാഹചര്യങ്ങളിലെ കൂടെ കടന്നു പോകുന്നത്. क्योंकि वैसा जो एक चीज हम जा रहे हैं। പക്ഷെ ഈ തബീത അങ്ങനെയല്ലായിരുന്നു. तभी तो ऐसा नहीं, അവൾ ചെയ്തതെല്ലാം സൽപ്രവർത്തിയാണ്. जो कुछ भी किया था भले काम, ആ സഭയിലെ എല്ലാവർക്കും വേണ്ടി നന്മകൾ ചെയ്തു. सभी के लिए भलाई किया है। അതുകൊണ്ട് അവർ അത് വന്ന് പുകഴ്ത്തുവാൻ ഇടയായി തീർന്നു. इसलिए वो लोग वो आके जो है
अब बोलने लगे। അവളുടെ മരണം അവർക്ക് വലിയൊരു നഷ്ടമായി തീർന്നു. उनका मृत्यु उनके बहुत बड़ा नष्ट हो गया। അവളുടെ മരണം അവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലായി. उनका मृत्यु जो कोई भी नहीं रख पाया, അതുകൊണ്ട് അവളെ കൊണ്ടുചെന്ന് അടക്കുകയല്ല ചെയ്തത്. तो इसलिए वहां पर जाके जो है उनको ही ऐसे दफना नहीं दिया, അവളെ ഇതാ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കൊണ്ടിരുത്തിയ. उसको निला के गलत जगह में रखा, ആ ഒരു മാളിക മുറിയിൽ കൊണ്ട് കിടത്തിയിട്ട് गलत जगह में बिठा के ആമേൻ അവർ പെട്ടെന്ന് ഇതാ പത്രോസിനെ വിളിക്കുക. वहां पे जल्दी से पतरस को बुलाते हैं, ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിനെ അവിടേക്ക് വിളിക്കുക. फिरने वाला पतरस को बुलाते हैं, ആമേൻ. കാരണം അത് അടുത്ത സ്ഥലമായതുകൊണ്ട് क्योंकि वो एकदम नजदीक है। അവർ പത്രോസിനെ പെട്ടെന്ന് വിളിച്ചു. पतरस को बुलाया, നീ താമസിയാതെ ഞങ്ങൾ അടുക്ക വരണം. तुम जल्दी आना। കാരണം എന്തെന്നറിയാമോ? पता है ഞങ്ങൾ ഇങ്ങനെ ഇപ്പോ ഒരു പ്രതിസന്ധിയിലായിരിക്കുക. जो अभी एक ऐसा स्थिति में है, അതെ, പ്രതികൂലത്തിലായിരിക്കുന്ന സഭയുടെ അടുക്കലേക്ക് ഇതാ ചുറ്റി സഞ്ചരിക്കുന്ന പത്രോസ് എത്തിച്ചേരും. प्रतिकूल में भरा हुआ जो कलीसिया में जो है यहाँ फिरने वाला जो पतरस आता है, ആ ചുറ്റി സഞ്ചരിക്കുന്ന പത്രോസ് ഇവിടെ വന്നപ്പോൾ ഇതാ സഭയ്ക്ക് വലിയ സന്തോഷമായി തീർന്നു. जो यहाँ पे जो है पतरस के आने से द्वारा वो कलीसिया में जो है खुशी हो गया। നമുക്കറിയാം പത്രോസ് അവിടെ ചെന്ന് അവളെ ജീവിപ്പിച്ചു. हमें पता है पतरस वहाँ पे जाके उसको जिंदा किया। ആമേൻ. പത്രോസ് ചെയ്തൊരു കാര്യമുണ്ട്. वहाँ पे पतरस एक काम किया है, 39 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. जो है उसका ऊंचाई से देखते हैं। ആമേൻ. പത്രോസ് അവിടെ മാളിക മുറിയിൽ ചെന്നു. पतरस वहाँ पर गया, അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന അനേകരുണ്ടായിരുന്നു. वहाँ पे रोते बहुत जन थे, ആമേൻ. അവരെ എല്ലാം കണ്ടു. सबको देखा, അവരുടെ ആ വാക്കുകളെല്ലാം കേട്ടു. उनकी जो बातों को सुना। എന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? फिर क्या किया, അവിടെ ഇരുന്നവരെല്ലാം പുറത്തിറക്കി. यहाँ वहाँ पे सभी लोग को बाहर निकाल दिया, അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം പുറത്തിറക്കി. फिर जो बैठे रोने वाले सबको बाहर निकाल दिया। കാരണം ഇവർക്ക് എപ്പോഴും ഈ കരച്ചിൽ മാത്രമേ ഉള്ളൂ. इनका रोना ही है, ഇവർക്ക് നഷ്ടങ്ങളെ ഓർത്ത് കരച്ചിൽ മാത്രമേ ഉള്ളൂ. उनको नष्ट को सोच के सिर्फ रोना ही है। മുന്നിലോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തയില്ല. आई का जो बात के बारे में सोच, അതുകൊണ്ട് അവിടെ കരഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം പുറത്തിറക്കി. इसलिए वहाँ पे से रोने के समय सब लोग बाहर है। പത്രോസ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? क्योंकि पतरस ने वैसा किया। പത്രോസ് പറയും, पतरस कहेगा, ഒരിക്കൽ ഞാനും യേശുവിന്റെ കൂടെ ഇങ്ങനെ പോയതാ. एक बार मैं भी यीशु मसीह के साथ गया था, ആ ഒരു വീട്ടിൽ ഞാനും പോയതാ. मैं एक बार ऐसा गया ആ था, അവിടെ ചെന്നപ്പോൾ जाने के അവിടെ समय ചില കരയുന്നവരെ കണ്ടായിരുന്നു. वहाँ पे जो है कुछ रोने वाले दिखे थे, ആ യേശു കരയുന്നവരെല്ലാം പുറത്തിറക്കി. और यीशु मसीह रोने वाले सबको बाहर निकाले। ആ കുഞ്ഞിന്റെ അപ്പനെയും അമ്മയും वो बच्चे के माता पिता ഞങ്ങളെയും കൂട്ടി അകത്തുപോയി. और हमारे द्वारा जो है अंदर गए, അവിടെ ആ കുഞ്ഞിനെ ജീവിപ്പിച്ചു. वहाँ पे जाके बच्चे को जिला ആ दिया। ഇവിടെ കരയുന്നവർ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ജീവൻ വരത്തില്ല. यहाँ पे रोने वाले बैठेंगे तो जीवन नहीं मिलेगा। ആ കഴിഞ്ഞ കാലങ്ങളെ പറഞ്ഞ് ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. जो है कल की बात है, ऐसा वैसे सोच के विलाप करने वाले परमेश्वर से काम नहीं कर सकते। അവർ അവിശ്വാസത്തിന്റെ കൂട്ടത്തിലുള്ളവരാ. वे लोग अविश्वासी की झुंड में, അവർ ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. परमेश्वर के काम को नहीं ആ देखते। കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ ആയിരുന്നു. पिछले दिनों में ऐसा था, ആ അപ്പോഴങ്ങനെ സംഭവിച്ചു. उसमें ऐसा हुआ, ഇപ്പോഴതൊന്നും പറ്റത്തില്ല वैसा नहीं എന്ന് होगा, പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുക. तो हम विलाप नहीं कर सकते। പത്രോസിനെ വിളിച്ചു വരുത്തിയതെല്ലാം ശരിയാ. पतरस को बुलाए सब ठीक പക്ഷെ है, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. लेकिन विश्वास नहीं करते, അവർ വിലപിച്ചുകൊണ്ടിരിക്കുക. लोग विलाप करते हैं। അവരെല്ലാം പത്രോസ് പുറത്തിറക്കി. सबको पतरस ने बाहर निकाला। ഇവിടെ കരച്ചിലിന്റെ അല്ലേ ആവശ്യം? फिर रोने का जरूरी नहीं है, ഇവിടെ ദൈവ പ്രവൃത്തിയാണ് ആവശ്യം. हमेशा काम जरूरी है। ഇന്ന് സഭയിൽ നടക്കുന്ന പീഡനം കണ്ട് കരയുന്നവരല്ല ആവശ്യം. आज भी कलीसिया में होने वाले पीड़ा को देख के रोने वाले व्यक्ति नहीं है, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നവരാണ് ദൈവത്തിന് ആവശ്യം. मनुष्य काम को प्रकट करने वाले को जरूरी है। അവിടെ പ്രാർത്ഥിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നവരാണ് ദൈവത്തിന് ആവശ്യം. प्रार्थना करके मनुष्य का जो है कार्य को प्रकट करने का जो है समय है। അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതാണ് ദൈവത്തിന് ആവശ്യം. पे अद्भुत और जो है जो हम देख सकते हैं। ആമേ. ഇല്ല ഇങ്ങനെ തന്നെ നടക്കുമെന്ന് പറഞ്ഞ് കരയുന്നവരല്ല ആവശ്യം. नहीं ये ऐसे ही होगा करके ऐसा रोने वाले व्यक्ति, ആമേ. ഇന്ന് പലരും പറയുന്നത് बहुत सारे लोग कहते हैं, ആ പ്രീസലോട് പണ്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. पहले की बातों को सोच कैसे रोते हैं। എന്നാൽ പത്രോസ് അവരെല്ലാം പുറത്തിറക്കി. पतरस उनको बाहर निकालते എന്നിട്ട് അകത്ത് और अंदर जाते हैं, അവൻ അവിടെ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. वहाँ पे जाके वो प्रार्थना करते हैं। ഇതാ അവൻ പറയുക, ഏ തബീത എഴുന്നേൽക്കൂ. वो वैसा कहता है, तबीता उठ जा। അവൻ അറിയാം യേശു ഇങ്ങനെ പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. उसको पता है यीशु मसीह ने ऐसे बहुत सारे कार्य किए। ലാസറിന്റെ ആമെ കല്ലറക്കൽ ചെന്ന് ലാസറിനെ വിളിച്ചു പുറത്തു കൊണ്ടുവന്നു. लाजर के कब्र जाके उसको बाहर निकाला है। ആമേൻ. അത് പത്രോസിന് അറിയാം. पतरस को पता है, അത് പത്രോസ് കണ്ടുള്ളതാ. पतरस ने देखा है। യേശു ചെയ്ത പ്രവർത്തികൾ ഇതാ പത്രോസും ചെയ്യുക. यीशु मसीह ने किया हुआ कामों को पतरस कहता है। യേശുവിന്റെ വാക്കുകളെ വിശ്വസിച്ച പത്രോസ് यीशु मसीह के वचनों को विश्वास के पतरस യേശു ചെയ്ത പ്രവർത്തികൾ ചെയ്യുവാൻ തുടങ്ങി. यीशु ने किया हुआ जो कामों को किया, ആമേൻ. ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന പത്രോസ് ऐसा जो ये फिरते रहे पतरस, ഇത് ലുദ്ദയിലും ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി. यहाँ लुद्दा परमेश्वर का काम को प्रकट किया। അവിടെ സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു തബീത ഉണ്ടായി. वहाँ पे अच्छा काम करने वाली तबीता थी। ആ സഭയ്ക്ക് സമാധാനം ഉണ്ടായി. कलीसिया को आशीष मिला, ആ സഭയ്ക്ക് ആത്മീയ വർധന ഉണ്ടായി. कलीसिया को आशीष से जो है बढ़ोतरी मिला। കരഞ്ഞുകൊണ്ടിരുന്ന ജനം उठने वाले लोग സന്തോഷിക്കാൻ തുടങ്ങി. खुश हो गए, അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. रो रहे थे, ചില നാളുകളായി കരയുന്നു. कुछ दिनों से जो रो रहे थे, ആമേ. ചിലർ മാസങ്ങളായി കരയുന്നു. कुछ लोग बहुत महीने से रो रहे हैं, ചിലർ വർഷങ്ങളായി കരയുന്നു. कुछ लोग बहुत सालों से रोते हैं। എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. परंतु इन दिनों में हम परमेश्वर के काम के लिए देंगे। ഇങ്ങനെ പത്രോസ് കടന്നു വന്നിട്ടുണ്ട്.
पत्रस आया है, ആമേൻ, അത്ഭുതം നടക്കും. अद्भुत हुआ है। ഈ മരണപ്പെട്ടതെല്ലാം ജീവിപ്പിക്കും. ये मरा हुआ जब जी उठेगा, ആമേൻ, ഇതെല്ലാം ഉയർത്തെഴുന്നേൽക്കും. ये सब जी उठेंगे, ഇതൊരു പുതിയ ശക്തി പ്രാപിക്കും. नया शक्ति प्राप्त ഒരു होगा, പ്രവൃത്തി വെളിപ്പെടും. एक काम प्रकट होगा, ദൈവത്തിന്റെ നാമം ജയമെടുക്കും. परमेश्वर का नाम की महिमा വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? विश्वास कर ഇന്ന് सकते हैं। പകൽക്കാലം आज सुबह നാം के വിശ്വസിക്കാൻ ഒരുക്കമാണെങ്കിൽ हम विश्वास से तैयार है तो ദൈവത്തിന്റെ ആമേൻ പ്രവൃത്തിയെ കാണും. परमेश्वर काम को हम देख पाएंगे, ദൈവശക്തി കാണും. परमेश्वर का शक्ति को देख ആമേൻ, पाएंगे, ദൈവത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെടും. परमेश्वर का काम प्रकट होगा। നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? हम समर्पण कर सकते ഒരു हैं, നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. हमारी आंखों को बंद करें, നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करें, ദൈവം പ്രവർത്തിക്കട്ടെ. परमेश्वर काम करे, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. കരയുന്നവരല്ലേ ആവശ്യം, रोने वाले को नहीं, വിലപിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ ആവശ്യം. करने वाला नहीं चाहिए, അവരെല്ലാം പത്രോസ് പുറത്താക്കി. उन सबको पत्ते से बाहर निकाले। അതെ, അങ്ങനെയുള്ളവരല്ല ദൈവത്തിന് ആവശ്യം. हाँ, वैसे लोग को परमेश्वर नहीं चाहते हैं, അത്ഭുതം പ്രവർത്തിക്കുന്നവരെ, अद्भुत काम करने वाले, പ്രാർത്ഥിക്കുന്നവരെ, प्रार्थना करने അത്ഭുതം പ്രവർത്തിക്കുന്നവരെ काम करने वाले, ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. परमेश्वर उपयोग करते ഈ हैं। ദിവസങ്ങളിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. इन दिनों परमेश्वर के हाथ में समर्पण करेंगे। കഴിഞ്ഞ നാളുകളെ കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുകയാണോ? पिछले दिनों के बारे में तुम विलाप कर रहे हो क्या? കഴിഞ്ഞ നാളുകളെ കുറിച്ച് ഓർത്ത് ആമേ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണോ? पिछले दिनों के बारे में तुम जो है दुख उठा रहे हो ഇന്ന് क्या? പകൽക്കാലം നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി തീർക്കുവാൻ കർത്താവ് വന്നിട്ടുണ്ട്. जो है आज पर तुम्हारा दुख को खुशी बदलना चाहता है परमेश्वर। നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ആമേൻ, നിങ്ങളുടെ വിലാപങ്ങളെല്ലാം നൃത്തമാക്കി മാറ്റുന്ന ദൈവം. विलापों को जो है नृत्य में बदलने वाला परमेश्वर। ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. परमेश्वर के चरणों में हम आए हैं। ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? आज सुबह समय हम दे सकते हैं ആമേൻ, നമ്മുടെ അവസ്ഥകളെല്ലാം മാറാൻ പോവുക. से बदलने वाला, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറാൻ പോവുക. जो है स्थिति से बदलने वाला। ഇനിയും വിലപിച്ചത് മതിയാക്കാം. अभी विलाप करना बंद करें, കരഞ്ഞത് മതിയാക്കാം. रोना बंद करें, നിലവിളിച്ചത് മതിയാക്കാം. चिल्लाना बंद करें, ആമേ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. परमेश्वर के हाथ में देते ആ हैं। ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, परमेश्वर काम प्रकट होना, ആമേ, ദൈവശക്തി വെളിപ്പെടുവാൻ. परमेश्वर का शक्ति प्रकट ചില होना, മരിച്ചു കിടക്കുന്നത് ഉയർത്തെഴുന്നേൽക്കും. बड़ा अवस्था जो है उठने के लिए, പുതിയ ജീവൻ പ്രാപിക്കാം. नया जीवन प्राप्त ഇന്ന് करने के പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? लिए अपने आप को देते हैं। നിശ്ചയമായും ദൈവം പ്രവർത്തിക്കും. निश्चय परमेश्वर आशीष करें। ചുറ്റി സഞ്ചരിക്കുന്ന പത്രോസ് വന്നപ്പോൾ जो फिरने वाला पत्रस आने के समय സൽപ്രവൃത്തി ചെയ്തവൾ ജീവിച്ചെഴുന്നേറ്റു. जो अच्छे काम करने वाली, भले काम करने वाली जी उठी, അതെ, സൽപ്രവൃത്തി ചെയ്തവൾ भले काम करने वाली മരണപ്പെട്ടുപോയി. मर गई थी। ആമേ, ഇന്നും സൽപ്രവൃത്തി ചെയ്യുന്ന അനേക ആമേൻ വ്യക്തികൾ മരണപ്പെട്ട് കിടക്കുക. आज भी ऐसा भले काम करने वाले बहुत सारे लोग मरे हुए अवस्था में हैं। ആമേൻ, അതുകൊണ്ട് സഭയ്ക്ക് ഒരു ഉണർവ് വരുന്നില്ല. क्योंकि कलीसिया को जो है एक जागृत नहीं है, ആ സഭയ്ക്ക് ഒരു അനുഗ്രഹം വരുന്നില്ല. कलीसिया का अनुग्रह नहीं है, സഭയ്ക്ക് സമാധാനം വരുന്നില്ല. कलीसिया को शांति नहीं है, സഭയ്ക്ക് സമാധാനം വരുന്നില്ല. कलीसिया को शांति नहीं ആ है, സഭയ്ക്ക് സമാധാനം വരണമെങ്കിൽ कलीसिया को शांति आना है तो ഈ സൽപ്രവൃത്തി ചെയ്ത വ്യക്തി ജീവിക്കണം. ये भले काम करने वाली जी उठना है। അതിന് ചുറ്റി സഞ്ചരിക്കുന്ന പത്രോസ് അവിടെ വേണം. और फिर के जो है चलने वाला पत्रस होना चाहिए, ഇപ്പോൾ ആ സഭയ്ക്ക് സമാധാനം ഉണ്ടായി. तो कलीसिया को शांति मिला। അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ काम प्रकट होने के समय അവരുടെ കരച്ചിലെല്ലാം മാറി. होना सब दूर हो गया। ഇതുവരെയും വിലപിച്ചുകൊണ്ടിരുന്നവർ अभी तक विलाप किया हुआ, ഇപ്പോൾ അവർ സന്തോഷിക്കുക. अब लोग खुश हो गए हैं। കാരണം ഞങ്ങളുടെ സഭയിൽ ഇത് ആ സൽപ്രവൃത്തി വീണ്ടും ആരംഭിച്ചു. कलीसिया में वापस काम शुरू हो गया। അതെ, ഞങ്ങളുടെ സഭയിൽ ആദ്യമായിരുന്നത് പോലെയല്ല, हमारे कलीसिया पहले ऐसा नहीं था, ഇപ്പോൾ ഇത് പുതുതായി ഒരു ഉണർവ് വന്നിട്ടുണ്ട്. अभी नया एक जागृत आया है। അത് മരണപ്പെട്ടത് ചിലത് ജീവിച്ചതുകൊണ്ടാണ്, वो मर गया, कुछ जो है जी उठाए थे, ഇല്ലാതിരുന്നത് ചിലത് ഉണ്ടായതുകൊണ്ടാണ്. जो नहीं था वो आने पर ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? परमेश्वर के हाथ में समर्पण करते हैं, നമുക്ക് പ്രാർത്ഥിക്കാം. प्रार्थना करते हैं, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. परमेश्वर के हाथ में देके പത്രോസ് प्रार्थना करते മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. हैं। पत्रस जो है घुटना टेके प्रार्थना किया, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. परमेश्वर काम प्रकट हुआ। ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാമോ? हम प्रार्थना करें, ആമേൻ, ചുറ്റി സഞ്ചരിക്കുന്ന ഒരു പത്രോസ്, जय फिर के जय काम करने वाले पत्रस, ആമേൻ, സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു തബീത, अच्छा काम करने वाली तबीदा, അതെ, ഇവർ ഉണ്ടെങ്കിൽ ആ സഭ ആത്മീയ ഉന്നതി പ്രാപിക്കും. ये होगी तो कलीसिया में आत्मिक उन्नति होगी, ആമേൻ, സഭ വളർന്നു, कलीसिया बढ़ा, സഭ ശക്തി പ്രാപിച്ചു. कलीसिया शक्ति प्राप्त किया। ഇനിയും ചില വ്യക്തികൾ കൂടെ ഉണ്ട്. और भी कुछ लोग हैं, ആമേൻ, ദൈവം അനുവദിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം. परमेश्वर का जो है इच्छा तो हम आने वाले दिनों में करेंगे, നമുക്ക് പ്രാർത്ഥിക്കാം. प्रार्थना करेंगे। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, हमारे स्वर्गीय पिता अच्छा परमेश्वर, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. समय के लिए हम धन्यवाद देते हैं। ഇന്ന് പകൽക്കാലവും आज सुबह के समय അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. आपके चरणों में आने के सहायता के धन्यवाद, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. आपका चरण हमारे साथ ही धन्यवाद देते हैं, അവിടുത്തെ കൃപ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. आपके अनुग्रह हमारे ऊपर ही धन्यवाद देते हैं, സഭയ്ക്ക് സമാധാനം ഉണ്ടാകുവാൻ जो है कलीसिया को आशीष मिलने के लिए, ആമേ, സഞ്ചരിക്കുന്ന ഒരു പത്രോസ്, जो है फिरने वाला पत्रस, ആമേ, സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു തബീത अच्छा काम करने वाला तबीदा, ആ സഭയിൽ വന്നപ്പോൾ, कलीसिया में आने के समय മരിച്ചു കിടന്നത് ജീവിച്ചപ്പോൾ मरा अवस्था जी उठा तो സഭയ്ക്ക് സമാധാനം ഉണ്ടായി. कलीसिया को शांति मिला। അങ്ങനെയെങ്കിൽ ऐसा है तो ഞങ്ങൾ നിൽക്കുന്ന സമൂഹത്തിലും तो हम चाहे ഞങ്ങളുടെ സഭകളിൽ हमारे कलीसिया ആമേൻ, ഈ നാളുകളിൽ इन दिनों में പുതിയ ചൈതന്യം ഉണ്ടാകുവാൻ, अच्छा जो है
ആമേൻ ഒരു പുതിയൊരു ഉണർവുണ്ടാകുവാൻ, एक नया जो जागृत होने के लिए, ആമേൻ മരണപ്പെട്ട് കിടക്കുന്ന ചിലത് ജീവിച്ചെഴുന്നേൽക്കുവാൻ, जो मर गया अवस्था वो जी उठने के लिए, അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുവാൻ उनका काम प्रकट होने के ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. लिए आत्मा समर्पण करते हैं। ഇന്ന് പകൽക്കാലം आज सुबह के समय ഞങ്ങളിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ हमारे द्वारा परमेश्वर का काम प्रकट होने के ഞങ്ങളെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുക. लिए आत्मा समर्पण करते हैं। പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും प्रार्थना करते हैं, हर एक व्यक्ति जीवन അവിടുത്തെ में കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. समर्पण करके प्रार्थना करते हैं। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ पिता पुत्र पवित्र आत्मा के नाम से അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. अनुग्रह की प्रार्थना അവർ അനുഗ്രഹമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. ഈ ദിവസങ്ങളിൽ അത്ഭുതം നടക്കട്ടെ, इन दिनों में जो है अद्भुत काम हो, അതിശയങ്ങൾ നടക്കട്ടെ, जो चमत्कार हो, ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. परमेश्वर काम प्रकट हो। അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. अपने प्रार्थना सुनने से धन्यवाद देते हैं। ഞങ്ങളെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. हमें बल देते हैं, धन्यवाद देते हैं। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह के अधिकार भरा नाम से ആമേൻ आमीन। ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം Amen, amen, amen.